Hi all, welcome to Joe Movie World. Knives of 3, Wake Up Dead Man. റയൻ ജോൺസൺ ഡയറക്ടർ ഓഫ് ഈ സീരീസ് ആള് മിസ്റ്ററി വുഡ് യൂണിറ്റിന്റെ ഒരു എന്താ പറയുക കിങ് മേക്കർ അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ഡയറക്ടറായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഒന്നും പറയാനില്ല. മൂന്ന് പാർട്ടിലും ഉള്ള ഒരു മിസ്റ്ററിയുടെ ആ ഒരു എൻഗേജിങ് ആയിട്ടുള്ള പ്രസന്റേഷനും എന്റർടൈൻമെന്റ് ഫാക്ടറും അതിൽ ആള് സക്സസ്ഫുള്ളി മൂന്നാമത്തേല് വിജയിച്ചിരിക്കുകയാണ്. ഇതിൽ ഏതാണ് ബെസ്റ്റ് എന്നുള്ളതിൽ പലർക്കും പലതും അഭിപ്രായം ഉണ്ടായിരിക്കാം. പേഴ്സണലി എനിക്ക് ബെസ്റ്റ് ഫസ്റ്റ് തന്നെയാണ്. പക്ഷെ എല്ലാതും എനിക്ക് ഫേവറേറ്റ് ആണ്. ഇതും എൻ്റെ ആ ലിസ്റ്റിലേക്ക് ഇമ്മീഡിയറ്റ്ലി ആഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വന്നേക്കുന്നത്. ഇതില് മറ്റു രണ്ട് മിസ്റ്ററി നിന്ന് ഒറ്റ വാചകത്തിൽ എന്താണ് കുറച്ച് എന്താ പറയാ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ പെർഫോമൻസ് എന്ന രീതിയിൽ ആദ്യത്തെ രണ്ടിലുള്ളതിനേക്കാൾ കൂടി കുറേയും കൂടി പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള മിസ്റ്ററി എന്ന രീതിയിൽ മികച്ചു നിൽക്കുന്നതാണ് ഈ നൈഫ് ഓഫ് 3 വേക്കപ്പ് ഡെഡ് മാൻ. ഇനി ഡീറ്റെയിൽ ആയിട്ട് വരാം. അതായത് ആദ്യത്തേത് ഒരു എന്താ പറയാ ഒരു നോവൽ ആയിട്ടുള്ള വലിയ ലെഗസി ആയിട്ടുള്ള ഒരാളുടെ ചേർന്നിട്ടുള്ള ഒരു വീടും അങ്ങനെയായിരുന്നു. രണ്ടാമത്തേത് ഒരു എന്താ പറയാ ഒരു ദ്വീപില് അവിടെയും ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിൽ നടക്കുന്ന സംഭവങ്ങളാണെങ്കിൽ ഇതിലേക്ക് എത്തിച്ചേരുമ്പോൾ ഒരു ചർച്ചാണ് ഇതിന്റെ ഒരു ലൊക്കേഷൻ. അതായത് മർഡർ നടക്കുന്ന ഏരിയ ചർച്ച്, കൊല്ലപ്പെടുന്നത് പള്ളിയിലെ പ്രീസ്റ്റ്. അപ്പൊ ഇതിലൊരു ഹോളി ഒരു നേച്ചർ ഉണ്ട്. ഇതിലത്തെ ഒരു റൂട്ടഡ് എന്ന് പറയുന്നത് ഫെയ്ത്ത്, ബിലീഫ്, ട്രസ്റ്റ്, ഗോഡ്, ഹ്യൂമൻ കണക്ഷൻ, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അത് ഇപ്പൊ ഇപ്പൊ ഞാൻ പേഴ്സണലി എനിക്ക് അതിൽ വിശ്വാസമില്ലെങ്കിൽ കൂടി ഇതിലേക്ക് എത്തിച്ചേരുമ്പോൾ അത് ആ ഒരു രീതിയിലും കൂടി ഇതിപ്പോ പടത്തിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. കാരണം ഇതൊരു ഹോളി മിസ്റ്ററി സോൾവ് ചെയ്യണ പോലെ, ഇമ്പോസിബിൾ ടാസ്ക് സോൾവ് ചെയ്യണ പോലത്തെ ഒരു മിസ്റ്ററിയാണിത്. ഇതിലേക്ക് എത്തിച്ചേരുമ്പോൾ പ്രീസ്റ്റ്, നണ്ണ്, പിന്നെ എന്താ പറയുക ഡോക്ടർ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ട് അതിനെ ഒരു എന്താ പറയാ ബെനോട്ട് നമ്മുടെ മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള ഡിറ്റക്റ്റീവ് ബെനോയിറ്റ് ബ്ലാങ്ക്, ഡാനിയൽ ഗ്രേഗിന്റെ കഥാപാത്രം അതിന്റെ മിസ്റ്ററി ചുരുളയിക്കുന്നതാണ് ഇതിന്റെ ഒരു ഇതിവൃത്തം. ഇപ്പൊ നേരത്തെ പറഞ്ഞ പെർഫോമൻസ്, ഇതിൽ എടുത്തു പറയേണ്ട ഒരു സ്റ്റാൻഡ് ഔട്ട് പെർഫോമൻസ് എന്ന് പറയുന്നത് ജോഷ് ഓക്കോണറിന്റെ പ്രീസ്റ്റ് കഥാപാത്രമാണ്. കാരണം അവിടുത്തെ ഒരു റൈസിംഗ് സ്റ്റാർ ആണ്. ആളുടെ ഓരോ മാനറിസങ്ങളും, ആളുടെ ഗ്രീഫ് അല്ലെങ്കിൽ ടെൻഷൻ, സാഡ്നെസ്, ആങ്കർ, ഫ്രസ്ട്രേഷൻ, ഡിപ്രഷൻ എല്ലാതും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലെ ഗ്ലെൻ ക്ലോസ്, അതും സീനിയർ ആണ്, എക്സലൻസ് ഓഫ് ആക്ടിങ് ആണ്. അതെന്താണെന്ന് ഇതിലും കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഇതിൽ ചെറിയ റോൾ വരണം. നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ജെറമി റെന്നർ ഇതിൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള, കുറച്ച് വാണവർ ആയിട്ടുള്ള, വീക്ക് ആയിട്ടുള്ള ഒരു ഡ്രങ്കൺ എന്ന രീതിയിലുള്ള ഡോക്ടറായിട്ടാണ് വരുന്നത്. പിന്നെ ആൻഡ്രൂ സ്കോട്ട്, കെയ്ലി, യങ് ആയിട്ടുള്ള കെയ്ലി, ഇപ്പോൾ ഏലിയൻ ഇതിലെ ന്യൂ പടത്തിലൊക്കെ ഉള്ളത്. ഇവരെല്ലാവരുടെയും ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പടം കൂടിയാണ് വേക്കപ്പ് ഡെഡ് മാൻ. പിന്നെ ഇതിൽ ഡാനിയൽ ക്രേഗ്, ആദ്യം പറഞ്ഞല്ലോ, ഡാനിയൽ ക്രേഗ് ജെയിംസ് ബോണ്ട് എന്ന രീതിയിൽ ഡാനിയൽ ക്രേഗ് ഇപ്പൊ ആദ്യം പറയുമ്പോൾ ജെയിംസ് ബോണ്ട് എന്നാണ് ഡാനിയൽ ക്രേഗിനെ എല്ലാവരും തിരിച്ചറിയെങ്കിൽ ഇനി മുതൽ ഈ ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള ബെനോയിറ്റ് ബ്ലാങ്കും കൂടി അതിലേക്ക് വരികയാണ്. ഈ രണ്ടും ഭയങ്കര ഡിഫറൻസ്. നമുക്ക് ബോണ്ടും ഇത് നോക്കുമ്പോൾ ആ ഒരു ഡിഫറൻസ് രണ്ടാളായിട്ട് രണ്ട് എക്സ്ട്രീംലി പേഴ്സണാലിറ്റി ഡിഫറൻസിലാണ് ഡാനിയൽ ക്രേഗ് ഇതിൽ പ്രസന്റ് ചെയ്തേക്കുന്നത്. ഇതിലത്തെ മിസ്റ്ററി എത്രത്തോളം സ്ട്രോങ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മിസ്റ്ററിയുടെ എലമെന്റ്സ് ചിലപ്പോൾ മറ്റു പടത്തങ്ങളെക്കാട്ടും ചിലപ്പോൾ കുറച്ചും കൂടിയും ഒരു വീക്കായിട്ട് ചിലപ്പോൾ ചിലവർക്ക് തോന്നിയേക്കാം. പക്ഷെ ഇതിൽ ആ ഡിഫറൻസ് അവര് ബാലൻസ് ചെയ്തിട്ട് ഹൈ എത്തിക്കുന്നത് ഈ പെർഫോമൻസിൽ കൂടിയാണ്, ഇമോഷണൽ കണക്ഷൻ കൂടിയാണ്. അത് പടം കണ്ടവർക്ക് മനസ്സിലാവും. അപ്പൊ പേഴ്സണലി എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പടം നന്നായിട്ട് വർക്കൗട്ടായി. ഇത് വീണ്ടും കണ്ടു കഴിഞ്ഞാൽ പുതിയ ക്ലൂസിലൂടെ, പുതിയ പെർസ്പെക്റ്റീവിലൂടെ ഇത് കാണാൻ പറ്റും. അപ്പൊ ഇത് റീവാച്ച് ചെയ്താൽ ആദ്യം കാണുന്നതിനെക്കാട്ടും കൂടുതൽ ക്ലൂസ് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് വന്നേക്കുന്നത്. അപ്പൊ ഇത് നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. എടുത്ത് കാണുക. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും എന്റെ കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കുക. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.